അക്കാഡമി ഭൂമിയിലെ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തവരിൽ സിപിഐയും. അക്കാഡമി ഭൂമിയിൽ സംസ്ഥാന സഹകരണ ബാങ്ക് ശാഖ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടന ചടങ്ങിൽ ഇപ്പോഴത്തെ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പങ്കെടുത്തിരുന്നു. ബാങ്ക് ശാഖ ഇവിടേക്ക് മാറ്റിയതിനു പിന്നിൽ പ്രവർത്തിച്ചത് അക്കാഡമി ഡയറക്ടർ നാരായണൻ നായരുടെ സഹോദരനും സിപിഐ നേതാവുമായ ദാമോദരൻ നായരാണ്. ഭൂമി ഒഴിപ്പിക്കലിൽ കർശന നിലപാടെടുത്തിരിക്കുന്ന സിപിഐയെ ഈ വിഷയങ്ങളെ ഉയർത്തി പ്രതിരോധത്തിലാക്കാൻ സിപിഎം നീക്കം നടത്തുന്നതായാണ് സൂചന. പേരൂർക്കടയിലെ ലോ അക്കാദമി കോംപ്ലക്സ് എന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് 1986 മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ്. 88 നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിലേക്ക് സംസ്ഥാന സഹകരണ ബാങ്ക് പേരൂർക്കട ശാഖ പ്രവർത്തനം മാറ്റി. അന്നത്തെ നായനാർ സർക്കാരിൽ സഹകരണ മന്ത്രിയായിരുന്ന ടി.കെ. രാമകൃഷ്ണനാണ് കെട്ടിടം തുറന്നുകൊടുത്തത്. ആരോഗ്യമന്ത്രിയായിരുന്ന എ.സി. ഷൺമുഖദാസ്, സിപിഐ നേതാവ് കാനം രാജേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് എം. ഹസൻ, സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റായിരുന്ന എം. ജനദേവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റായിരുന്നു നാരായണൻ നായരുടെ സഹോദരനും സിപിഐ നേതാവുമായ ദാമോദരൻ നായർ. ഇപ്പോൾ പാർട്ടി കൺട്രോൾ കമ്മീഷൻ അംഗമായ ദാമോദരൻ നായരെ ഉപയോഗിച്ചാണ് നാരായണൻ നായർ ബാങ്ക് ശാഖ ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഇവരുടെ മറ്റൊരു സഹോദരനും സിപിഎം നേതാവുമായ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ഇടപെടൽ മൂലം മുഖ്യ ഭരണകക്ഷിയായ സിപിഎമ്മും ഈ നീക്കം എതിർത്തില്ല. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കെട്ടിടം വാടകയ്ക്ക് നൽകുന്നതിന് അന്ന് ഇരു കക്ഷികളും ഒത്താശ ചെയ്യുകയായിരുന്നു. 1975 തുടങ്ങിയ പേരൂർക്കട ശാഖ അന്ന് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം സ്വന്തമായി വാങ്ങാൻ ബാങ്കിന് ആലോചന ഉണ്ടായിരുന്നെങ്കിലും അത് തള്ളിക്കളഞ്ഞാണ് അക്കാദമി കെട്ടിടത്തിലേക്ക് ശാഖ പറിച്ചു നട്ടത്. 89 പിണറായി വിജയൻ പ്രസിഡന്റായ ബാങ്ക് ഭരണസമിതിയും പിന്നീട് വന്ന ഭരണസമിതികളുമൊന്നും ബാങ്ക് ശാഖ ഇവിടെ നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുകൂടിയില്ല. കഴിഞ്ഞ ജൂലൈയിൽ കാലാവധി അവസാനിച്ച വാടക കരാർ ബാങ്ക് ഇതുവരെ പുതുക്കി നൽകിയിട്ടില്ല. ലോ അക്കാദമി മാനേജ്മെന്റ് വാടകയിൽ ഗണ്യമായ വർധന ആവശ്യപ്പെട്ടിരുന്നതാണ് കാരണം. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശാഖ ഈ കെട്ടിടത്തിൽ നിന്ന് മാറ്റാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിക്കുമെന്നാണ് സൂചന. റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ബാങ്ക് പ്രവർത്തിക്കുന്നതിനെതിരെ പരാമർശമുള്ള സാഹചര്യത്തിലാണിത്. ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായാൽ അത് ബാങ്കിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നും അധികൃതർ കരുതുന്നു. 12 ജീവനക്കാരുള്ള ശാഖയിൽ ഇപ്പോൾ 8000-ഓളം ഇടപാടുകാരുണ്ട്. വിവിധ ജില്ലകളിലായി ആകെ 20 ശാഖകൾ മാത്രമാണ് സംസ്ഥാന സഹകരണ ബാങ്കിനുള്ളത്. വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനെന്ന പേരിലാണ് പേരൂർക്കടയിൽ ശാഖ തുടങ്ങിയതെങ്കിലും നെറ്റ് ബാങ്കിങ്ങും മറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ അക്കൗണ്ടുള്ള വിദ്യാർത്ഥികൾ കുറവാണ്. ഭൂമി തിരിച്ചുപിടിക്കാൻ മുൻപിൽ നിൽക്കുന്ന സിപിഐയെ മുന്നണി യോഗങ്ങളിൽ പഴയ ബന്ധം ഉയർത്തിക്കാട്ടി വായടപ്പിക്കാനാണ് സിപിഎം നീക്കം. പ്രദീപ് സി. നിർമ്മൺ, ന്യൂസ് 18, തിരുവനന്തപുരം.